കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഷയാറ ബാനോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഒരു കേസും ആ കേസിൻ്റെ കാര്യങ്ങളുമാണ്. രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. അതിൽ ആദ്യത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഷയാറ ബാനോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ബേസിക്കായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് തലാഖ് ഇ ബിദ്ദത്ത്, അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ തലാഖ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ ട്രിപ്പിൾ തലാഖ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വളരെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് 3 വട്ടം തലാഖ് ഓറലായിട്ട്, അതായത് വായ കൊണ്ട് സംസാരിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീനെ ഡിവോഴ്സായി കണക്കാക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു 3 വട്ടം ട്രിപ്പിൾ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് ആ തലാഖ് പിൻവലിക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോൾ ഭർത്താവിന് തിരിച്ച് ഈ ഭാര്യനെ വേണമെന്ന് ആഗ്രഹിച്ചാൽ പോലും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ രണ്ടാമത് ഈ ഭാര്യനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാര്യ എന്ത് ചെയ്യണം? വേറൊരു വ്യക്തിയെ കല്യാണം കഴിക്കുകയും ആ വ്യക്തി ഈ ഭാര്യനെ വീണ്ടും തലാഖ് ചൊല്ലിയതിന് ശേഷം ഈ പഴയ ഭർത്താവിന് കല്യാണം കഴിക്കുക എന്ന് പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതേ സാഹചര്യം തന്നെയാണ് നമ്മുടെ ഷയാറ ബാനോ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പെൺകുട്ടി 15ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം 2016 ഇദ്ദേഹത്തിൻ്റെ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് യാതൊരുവിധ കാരണങ്ങളും കൂടാതെ ഈ പെൺകുട്ടീനെ ട്രിപ്പിൾ തലാഖ് ചൊല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ഈ പെൺകുട്ടി സുപ്രീം കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ ഫയൽ ചെയ്തിട്ടുള്ള പെറ്റീഷനിൽ തലാഖ് ഇ ബിദ്ദത്ത്, അതുപോലെ തന്നെ പോളിഗാമി, ബഹുഭാരിത്വം, അതുപോലെ തന്നെ നിക്കാഹ് ഹലാല എന്നീ പറയുന്ന കാര്യങ്ങളെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട്, ഭരണഘടനാപരമായി ചോദ്യം ചെയ്തുകൊണ്ട്, സ്ത്രീകളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് വുമൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടും ആർട്ടിക്കിൾ 14, 15, 21, 25 എന്നിതിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. ഈ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പെൺകുട്ടീനെ സഹായിക്കുവാനായിട്ട് 2 സംഘടനകളാണ് മെയിനായിട്ടും ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തെ സംഘടനയുടെ പേരാണ് ബി ബാക്ക് കളക്റ്റീവ്, BEBAK, ബി ബാക്ക് കളക്റ്റീവ്. അതുപോലെ തന്നെ ഭാരതീയ മുസ്ലിം ആന്തോളൻ എന്ന് പറയുന്ന 2 സംഘടനകളാണ് മെയിനായിട്ടും ഈ പെൺകുട്ടീനെ ഈ കേസ് നടത്തുവാനായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2017 സുപ്രീം കോടതി ഈ കേസ് സ്വീകരിക്കുന്നു. 2017 മെയ് 11 ആദ്യത്തെ ഹിയറിംഗ് ഉണ്ടാവുകയും 2017 ഓഗസ്റ്റ് 22 സെക്കൻഡ് ഹിയറിംഗ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഈ കേസിൻ്റെ വിധി പ്രഖ്യാപിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. 5 അംഗ ജഡ്ജിമാരാണ് ഈ കേസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ പൊന്തി വന്നിട്ടുള്ള 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതൊക്കെയാണ്. തലാഖ് ഇ ബിദ്ദത്ത് എന്ന് പറയുന്നത് മുസ്ലിം നിയമപ്രകാരം അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതിയാണോ? രണ്ടാമത്തെ പോയിന്റ്, ആർട്ടിക്കിൾ 25 പ്രകാരം ഈ തലാഖ് ഇ ബിദ്ദത്തിനെ സംരക്ഷിക്കേണ്ട ആവശ്യകതയുണ്ടോ? മൂന്നാമത്തെ പോയിന്റ്, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന്, ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ ഇത് ബാധിക്കുന്നുണ്ടോ എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു കേസിൽ ഉണ്ടായിട്ടുള്ളത്, പൊന്തി വന്ന വിഷയങ്ങൾ. അപ്പോൾ ഇതിനെ തുടർന്ന് നമ്മുടെ പെറ്റീഷണറുടെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പെറ്റീഷണർക്ക് വേണ്ടി, അതായത് ഷയാറ ബാനുവിന് വേണ്ടി കേസ് വാദിച്ചത് മിസ്റ്റർ അമിത് ചന്ദ എന്ന് പറയുന്ന ഒരു ലോയറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 4 പോയിന്റുകളുണ്ട്. അതായത് മിസ്റ്റർ അമിത് ചന്ദ ഫ്രം ദ സൈഡ് ഓഫ് ദ പെറ്റീഷണർ പ്രസൻറ്റഡ് ദാറ്റ് Talaq e Biddat was never recognized in the Shariat Application Act 1937, nor did the Prophet encourage this type of talaq. തലാഖിനെ പറ്റി പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ്, he mentioned the case of Shamim Ara versus State of UP 2002, where the court gave guidelines for valid talaq. അതുപോലെ തന്നെ it violates Article 14 and 15. Fourth point, if banned
the dissolution of Muslim Marriage Act 1939 would apply equally to the entire community irrespective of gender. ഈ പറയുന്ന 4 പോയിന്റുകളാണ് ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഈ അമിത് ചന്ദ എന്ന് പറയുന്ന വക്കീൽ ആർഗ്യൂ ചെയ്തിട്ടുള്ളത്. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2002 ഷമീം അറ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്താണ് വാലിഡ് ആയിട്ടുള്ള ഒരു തലാക്ക് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് സുപ്രീം കോടതി ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ആർട്ടിക്കിൾ 14-15 വയലേഷനാണ്. അതുപോലെ തന്നെ ഇത് ബാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിരോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് 1939 പ്രകാരം ജാതി അല്ലെങ്കിൽ ജെൻഡർ ഇല്ലാതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രാധാന്യം ലഭിക്കും എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പെറ്റീഷണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. കേട്ടല്ലേ? അപ്പോൾ ഇതിനെ തുടർന്ന് ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് സംഭവിക്കണം? ആർഗ്യുമെൻറ്റ് ഫ്രം റെസ്പോണ്ടൻ്റെ ഭാഗത്തു നിന്നുമുള്ള ആർഗ്യുമെൻറ്റുകളുണ്ടാണ്. കപിൽ സിബൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഓപ്പോസിറ്റ് പാർട്ടികൾക്ക് വേണ്ടിയിട്ട് കേസ് വാദിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശരീഅത്ത് ആക്ട് അല്ലെങ്കിൽ ശരീഅത്ത് നിയമം എന്ന് പറയുന്നത് മുസ്ലിംസിൻ്റെ പേഴ്സണൽ ലോ പ്രകാരം അത് കോഡിഫൈ ചെയ്തിട്ടില്ല, ഒന്ന് ക്രോഡീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് പറയുന്നത്. ദാറ്റ് മീൻസ് ഹി ആർഗ്യൂഡ് ദാറ്റ് ദ ശരീഅത്ത് ആക്ട് ഡസ് നോട്ട് കോഡിഫൈ മുസ്ലിം പേഴ്സണൽ ലോ ബട്ട് ലൈസ് ഡൗൺ റൂൾസ് ഓഫ് ഡിസിഷൻ ഇൻ മാറ്റേഴ്സ് ഓഫ് കസ്റ്റം ഓർ യൂസേജ് ടു ദി കോൺട്രറി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന പോയിന്റ്. കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഹി സ്റ്റേറ്റഡ് ദാറ്റ് മാരേജ് ഇൻ മുസ്ലിം ലോ ഈസ് എ പ്രൈവറ്റ് കോൺട്രാക്ട് ആൻഡ് സോ കാൺട്ട് ബി ക്വസ്റ്റൻഡ് ബൈ എനി ലെജിസ്ലേഷൻ. അതായത് മുസ്ലിം മാരേജ് എന്ന് പറയുന്നത് മുസ്ലിം ലോ പ്രകാരം അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരിക്കലും നിയമപ്രകാരം അല്ലെങ്കിൽ ലെജിസ്ലേഷൻ മുഖാന്തരം ചോദ്യം ചെയ്യുവാനായിട്ട് പാടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. കൂടാതെ അദ്ദേഹം പറയുന്ന മൂന്നാമത്തെ പോയിന്റ്, he pointed out the definition of law in the constitution that does not cover personal laws at all. പേഴ്സണൽ നിയമങ്ങളെ ഒരിക്കലും ചോദ്യം ചെയ്യുവാനായിട്ട് ഭരണഘടനയ്ക്ക് സാധിക്കില്ല എന്നുള്ള ലെവലിലുമാണ് അദ്ദേഹം സംസാരിച്ചത്. എനിവേ, ഈ ആർഗ്യുമെൻറ്റുകളെല്ലാം കേട്ടതിന് ശേഷം ഈ 5 ജഡ്ജിമാരുടെ ബെഞ്ച് എന്ത് ചെയ്തു? ഒരു ഡിസിഷൻ പുറപ്പെടുപ്പിക്കുകയാണ്. ആ ഡിസിഷൻ എന്ന് പറയുന്നത് ഷെഹറ ബാനു ആൻഡ് അതേഴ്സിന് അനുകൂലമായിട്ടാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. അതായത് 3:2 എന്ന പ്രകാരം വരികയും അതിനെ തുടർന്ന് ഇത് എന്ന് പറയുന്നത് തലാഖ് ബിദ്ദത്ത് എന്ന് പറയുന്നത് ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നുള്ളത് പറയുകയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എടുക്കുവാനും സ്ത്രീകളെ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കുവാനുമായി കൊണ്ടാണ് ഓർഡർ വന്നിട്ടുള്ളത്. ഓക്കെ, that is the 5-judge bench of the Supreme Court gave its decision in favor of the Shehra Banu and others, and it declared the practice of triple talaq unconstitutional by a 3:2 majority and directed the legislature to take measures against it in order to stop the abuse against മുസ്ലിം വുമൻ എന്നുള്ളതുമാണ് അതിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സുപ്രീം കോടതിയിലെ ഉത്തരവിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ള സ്റ്റെപ്പുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ തുടർന്നാണ് മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് 2019 എന്ന് പറയുന്ന ഒരു നിയമം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പാസ്സാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്ഷൻ 3 അണ്ടർ ചാപ്റ്റർ 2 ഓഫ് ദ ആക്ട് ഡിക്ലെയർസ് തലാഖ് ബിദ്ദത്ത് വോയിഡ് ആൻഡ് ഇല്ലീഗൽ ആണ് എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2019 ആക്ട് പ്രകാരം സെക്ഷൻ 3 ചാപ്റ്റർ 2 പ്രകാരം ഇതെന്ന് പറയുന്നത് എന്താണ്? ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞു. കൂടാതെ സെക്ഷൻ 4 ഡിസ്ക്രൈബ്സ് പണിഷ്മെൻറ്റ്. ഇതിൽ പറയുന്ന സെക്ഷൻ 4 എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പണിഷ്മെൻറ്റ് പറയുന്നുണ്ട്. പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 3 വർഷം ജയിൽവാസവും അതുപോലെ തന്നെ ഫൈനുമാണ്. ഓക്കെ, ദാറ്റ് ഈസ് 3 years ഇംപ്രിസൺമെൻറ്റ് അലോങ് വിത്ത് എ ഫൈൻ എന്നാണ് പറയുന്നത്. കൂടാതെ ദ വൈഫ് ഈസ് ഓൾസോ എൻടൈറ്റിൽഡ് ടു റിസീവ് ദ എമൗണ്ട് ഓർ അലവൻസ് ഫോർ ഹെർസെൽഫ് ആൻഡ് ഹെർ ചിൽഡ്രൻ. അതായത് ഡിവോഴ്സ് ആക്കിയാലും ഭാര്യയ്ക്കും കുട്ടികൾക്കും റീമാരേജ് കഴിയുന്നത് വരെ ഭർത്താവിൽ നിന്ന് ചെലവിന് മേടിക്കുവാനായിട്ടുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നുണ്ട്. കൂടാതെ സെക്ഷൻ 7 പറയുന്നൊരു പോയിന്റാണ് ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു കൊഗ്നിസബിൾ ആൻഡ് എ കോമ്പൗണ്ടബിൾ ഒഫൻസ്. കൊഗ്നിസബിൾ ആൻഡ് കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ് എന്നും പറഞ്ഞു വയ്ക്കുന്നത്. ഇതാണ് ഈ ഷരിയ ബാനോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ പ്രകാരം വന്നിട്ടുള്ള കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.